CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചാവക്കാട് നഗരസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയം പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KV സത്താർ പറഞ്ഞു. അതേസമയം ഇത്തവണ നില മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച് ശക്തമായി തിരിച്ചുവരുമെന്നും സത്താർ കൂട്ടിച്ചേർത്തു. ജനങ്ങൾക്കൊപ്പം നിന്നുള്ള പ്രവർത്തനവും നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളുമാണ് ചാവക്കാട് നഗരസഭ നിലനിർത്താൻ സാധിച്ചതിന് പിന്നിലെന്ന് മുൻ നഗരസഭാ ചെയർമാനും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ MR രാധാകൃഷ്ണൻ പറഞ്ഞു. ചിട്ടയായ രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുവാൻ കഴിഞ്ഞെന്നും അത് പ്രതിഫലിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുന്നയൂർക്കുളം കിഴക്കേ ചെറായിയിൽ LDFന്റെ ആഹ്ലാദ പ്രകടനത്തിനിടെ കുട്ടികൾ ഉൾപ്പെടെ 11 പേരെ ആക്രമിച്ചതായി പരാതി. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. പരിക്കേറ്റ കുട്ടികൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ വടക്കേകാട് പോലീസിൽ പരാതി നൽകി. വരവൂരിൽ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ പടക്കം പൊട്ടിച്ചതിനെ ചൊല്ലി സംഘർഷം. കോൺഗ്രസ് പ്രവർത്തകർ CPM പ്രവർത്തകന്റെ വീട് കയറി ആക്രമണം നടത്തിയതായി പരാതി. 9-ാം വാർഡ് നടത്തറ കാർലിമുക്കിലാണ് സംഘർഷമുണ്ടായത്. നായരുവീട്ടിൽ ജനാർദ്ദനെയും സ്ത്രീകളെയും കുട്ടികളെയും കോൺഗ്രസ് പ്രവർത്തകർ ഇരുമ്പുവടി ഉപയോഗിച്ച് മർദ്ദിച്ചതായാണ് പരാതി. മർദ്ദനമേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഗുരുവായൂരിൽ തുണിക്കടയ്ക്ക് തീപിടിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം. ഇന്നറിംഗ് റോഡിൽ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിന് സമീപം ശബരിമല സീസണിന്റെ ഭാഗമായി ഇരുമ്പ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക കടയിലാണ് തീപിടുത്തമുണ്ടായത്. ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ക്രിസ്മസ് റോഡ് ഷോ സംഘാടക സമിതി യോഗം ചേർന്നു. ഡിസംബർ 21 ഞായറാഴ്ച വൈകിട്ട് 7-ന് ഇടവകയുടെ നേതൃത്വത്തിൽ അങ്ങാടി ചുറ്റിയുള്ള ക്രിസ്മസ് റോഡ് ഷോ ആഘോഷം തുടങ്ങും. കടപ്പുറം പഞ്ചായത്ത് ഞോളി റോഡിൽ ഓലമേഞ്ഞ വീടിന് തീപിടിച്ചു. സമീപത്തെ കടയിലേക്കും തീ പടർന്നു പിടിച്ചു. കൊച്ചിക്കാരൻ വീട്ടിൽ ഷാഹുൽ ഹമീദ് ഭാര്യ റസിയയുടെ ഓലമേഞ്ഞ വീടിനാണ് തീപിടിച്ചത്. ഇതേസമയം വീട്ടിൽ ആളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. ഗുരുവായൂർ ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തി തീയണച്ചു. കാണികളുടെ മനസ്സ് കീഴടക്കി ശ്രീകൃഷ്ണ കഥയാട്ടം അവതരണം. ഗുരുവായൂർ കാവീട് ശ്രീകാർത്തിയായനി ദേവീ ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് ആഘോഷവേളയിലായിരുന്നു കലാക്ഷേത്ര മീരാസുധൻ ചിട്ടപ്പെടുത്തിയ ശ്രീകൃഷ്ണ കഥയാട്ടം അവതരണം നടന്നത്. അമ്മിയൂർ അയ്യപ്പ ഭക്ത സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. വടക്കേകാട് കൗക്കാനപ്പെട്ടിയിൽ പുതുതായി നിർമ്മിച്ച അലിഫ് ഇസ്ലാഹി സെന്റർ ആൻഡ് മസ്ജിദ് വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.